നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വളക്കൈ സ്കൂൾ ബസ് അപകടം, ഡ്രൈവർക്കെതിരെ കേസ്. ബസ്സിന് തകരാറുകൾ ഇല്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. പെർമിറ്റ് 2027 വരെ. ബ്രേക്ക് പൊട്ടിയെന്ന വാദം തെറ്റെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ സംരംഭം തെക്കി ബസാറിൽ ഒരുങ്ങുന്നു. ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കലർപ്പില്ലാത്ത ഭക്ഷണപ്രേമികൾക്ക് ഇനി തിരക്കില്ലാത്ത ആഹാരം ആസ്വദിക്കാം. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യം. പാഴ്പേനകളിൽ വർണ്ണവിസ്മയം. JRC യൂണിറ്റിന്റെ വ്യത്യസ്ത കലാസൃഷ്ടി ശ്രദ്ധേയം. കലാഹൃദയത്തിനു മുന്നിൽ ഒന്നും പാഴ്വസ്തുവല്ലെന്ന് തെളിയിച്ച് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്തകൾ വിശദമായി. കണ്ണൂർ വളക്കയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിരിക്കുന്നത്. അശ്രദ്ധമായി മനുഷ്യജീവന് അപകടം വരത്തക്ക രീതിയിൽ വാഹനം ഓടിച്ചുവെന്നാണ് FIR-ൽ പറയുന്നത്. അതേസമയം ബസ്സിന് തകരാറുണ്ടായിരുന്നുവെന്ന ഡ്രൈവറുടെ വാദം തള്ളി ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ രംഗത്തെത്തി. സ്കൂൾ ബസ്സിന് യാതൊരു തകരാറും ഉണ്ടായിരുന്നില്ലെന്ന് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പൽ KN ശശി പറഞ്ഞു. ബസ്സിന് 2027 വരെ പെർമിറ്റ് ഉണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. അതേസമയം വാഹനത്തിന്റെ ബ്രേക്ക് പൊട്ടിയതാണെന്ന ഡ്രൈവറുടെ വാദം തള്ളി മോട്ടോർ വാഹന വകുപ്പും രംഗത്ത് എത്തിയിട്ടുണ്ട്. അപകടത്തിന് കാരണമാകുന്ന മെക്കാനിക്കൽ തകരാറുകൾ വാഹനത്തിനില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ കണ്ടെത്തൽ. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പ്രാഥമിക റിപ്പോർട്ട് RTOക്ക് നൽകി. ഡ്രൈവറുടെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പോലീസിന് കത്ത് നൽകി. ബസിന്റെ ബ്രേക്ക് പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം നഷ്ടമായി എന്നായിരുന്നു ഡ്രൈവറുടെ മൊഴി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ചേലോറ നോർത്ത് LP സ്കൂൾ 100ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടന്നു. ഈച്ചൂർ നെഹ്റു പാർക്കിൽ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആസാദ് MP ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും പൗരപ്രമുഖരും അണിനിരന്ന വർണ്ണശബളമായ ഘോഷയാത്രയ്ക്ക് കോർപ്പറേഷൻ കൗൺസിലർ K പ്രദീപൻ, PTA പ്രസിഡന്റ് സുജിത് K, മദർ PTA പ്രസിഡന്റ് നിത K, ഹെഡ്മാസ്റ്റർ O ബിജു, കുമാരി K കമലാക്ഷി, നാരായണൻ KP, ദേവദാസൻ PK, N വേണു മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് രാമന്തളി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ പാലക്കോട് ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന 5 സ്ഥാപനങ്ങൾക്ക് ആകെ 45,000 രൂപ പിഴ ചുമത്തി. നിരോധിത ഉൽപ്പന്നമായ 300 മില്ലിയുടെ 8 കേസ് കുടിവെള്ള കുപ്പികൾ അമീൻ ബേക്കറിയിൽ സൂക്ഷിച്ചതിന് KV കാറ്ററിംഗ് ഏജൻസിക്കും 10 കിലോയിലധികം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ സൂക്ഷിച്ചതിന് ഗ്രാൻഡ് സൂപ്പർ മാർട്ട് എന്ന സ്ഥാപനത്തിനും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്ക്വാഡ് പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി. മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കാതെ സ്ഥാപനത്തിന്റെ പരിസരത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് പാലക്കോട് ടൗണിലെ തന്നെ അലിമാസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന സ്ഥാപനത്തിന് 5,000 രൂപ പിഴ ചുമത്തി. മത്സ്യക്കടയിൽ നിന്നുള്ള മലിനജലം തുറസായി കടയുടെ പുറകുവശത്തേക്ക് പരിസര മലിനീകരണത്തിനും കൊതുക് വളരുന്നതിനും കാരണമാകുന്ന തരത്തിൽ ഒഴുക്കിവിട്ടതിനും സലിം OPയുടെ ഉടമസ്ഥതയിലുള്ള മത്സ്യക്കടയ്ക്ക് 10,000 രൂപയും പിഴ ചുമത്തി. തട്ടുകടയിൽ നിന്നുള്ള പാൽ കവർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സ്ഥലത്ത് വലിച്ചെറിഞ്ഞതിനും കടയുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാത്തതിനും അയ്യൂബിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയ്ക്കും സ്ക്വാഡ് 10,000 രൂപ പിഴ ചുമത്തി. കടയുടെ എതിർവശത്ത് വലിച്ചെറിഞ്ഞ പാൽ കവർ അടക്കമുള്ള മാലിന്യങ്ങൾ സ്വന്തം ചെലവിൽ വീണ്ടെടുത്ത് വൃത്തിയാക്കി ഹരിതകർമ്മ സേനയ്ക്ക് നൽകാനും കടയുടമയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ അജയ്കുമാർ KR, സ്ക്വാഡ് അംഗങ്ങളായ ഷെരിക്കുൽ അൻസാർ, അലൻ ബേബി, രാമന്തളി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് അഖിൽ CK, രാമന്തളി FHC ഹെൽത്ത് ഇൻസ്പെക്ടർ KV ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മമ്പറം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഉളിക്കൽ ഡോക്ടർ APJ അബ്ദുൽ കലാം കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മാനേജ്മെന്റ് ആൻഡ് IT ഫെസ്റ്റ് തപസ്യ ജനുവരി 4 നടക്കും. ശനിയാഴ്ച രാവിലെ 9:30 മമ്പറം ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് ചടങ്ങുകൾ നടക്കുക. ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ബെസ്റ്റ് മാനേജർ, ബെസ്റ്റ് മാർക്കറ്റിംഗ് ടീം, IT ഗെയിംസ്, ക്വിസ്, ട്രഷർ ഹണ്ട് തുടങ്ങിയ മത്സരങ്ങൾ നടത്തും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകും. മത്സരങ്ങൾക്ക് ശേഷം അന്നേ ദിവസം വൈകുന്നേരം സമ്മാനദാനവും കൾച്ചറൽ പ്രോഗ്രാമും ഉണ്ടായിരിക്കും. 15 വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് സജീവമായി സാന്നിധ്യമായിട്ടുള്ള ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മമ്പറവും 2023-24 അധ്യയന വർഷം
കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ട് ന്യൂജൻ കോഴ്സുകളുമായി ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഉളിക്കലുമാണ് ഈ ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ് IT ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത്. ഈ വരുന്ന ജനുവരി 4-ന് മമ്പറത്തുള്ള ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യാമ്പസിലാണ് ഫെസ്റ്റ് അരങ്ങേറുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ അഭിലാഷ് TK, പ്രിൻസിപ്പൽ സതി VK, KK സമിഷ, പ്രദോഷ് അളോക്കൻ, PP സജിന തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. വളക്കൈ സ്കൂൾ ബസ് അപകടം, ഡ്രൈവർക്കെതിരെ കേസ്. ബസ്സിന് തകരാറുകൾ ഇല്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. പെർമിറ്റ് 2027 വരെ. ബ്രേക്ക് പൊട്ടിയെന്ന വാദം തെറ്റെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ സംരംഭം തെക്കി ബസാറിൽ ഒരുങ്ങുന്നു. ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കലർപ്പില്ലാത്ത ഭക്ഷണപ്രേമികൾക്ക് ഇനി തിരക്കില്ലാത്ത ആഹാരം ആസ്വദിക്കാം. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യം. പാഴ്പേനകളിൽ വർണ്ണവിസ്മയം. JRC യൂണിറ്റിന്റെ വ്യത്യസ്ത കലാസൃഷ്ടി ശ്രദ്ധേയം. കലാഹൃദയത്തിനു മുന്നിൽ ഒന്നും പാഴ്വസ്തുവല്ലെന്ന് തെളിയിച്ച് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. ഇന്ത്യൻ കോഫി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിൽ ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ സംരംഭം വരുന്നു. സബ് ജയിൽ റോഡ് തെക്കി ബസാറിലെ കോപ്പറേറ്റീവ് പ്രസിന് മുമ്പിലുള്ള കെട്ടിടത്തിലാണ് കോഫി ഹൗസ് ആരംഭിക്കുന്നതെന്ന് പ്രസിഡന്റ് N. ബാലകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 4-ന് രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജൻ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചടങ്ങിൽ സംഘം പ്രസിഡന്റ് N. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര മുഖ്യ അതിഥികളായി പങ്കെടുക്കും. മായവും കലർപ്പുമില്ലാത്ത ഭക്ഷണം ആഗ്രഹിക്കുന്നവരുടെ ആശ്രയ കേന്ദ്രമാണ് കോഫി ഹൗസുകൾ. ഹോം ഡെലിവറി സംവിധാനവും ഇവന്റ് കാറ്ററിംഗ് സംവിധാനവും ബ്രാഞ്ചിന്റെ ഭാഗമായി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു. കോവിഡിന് ശേഷം ചെറിയ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അത് മറികടക്കാൻ വിപുലീകരണം ആവശ്യമാണ്. അതിന്റെ ഭാഗമായാണ് പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നത്. ഇന്ത്യൻ കോഫി ഹൗസ് ഓൾ ഇന്ത്യ ബേസിൽ പ്രവർത്തിക്കുന്നതാണ്. കേരളത്തിൽ 2 സൊസൈറ്റികളാണുള്ളത്. കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി കാസർഗോഡ് മുതൽ പാലക്കാട് വരെയാണ് പ്രവർത്തിക്കുന്നത്. നിലവിലിപ്പോൾ നമുക്ക് 32 ബ്രാഞ്ചുകളാണുള്ളത്. പുതുതായി വീണ്ടും ഒരു ബ്രാഞ്ച് തെക്കി ബസാറിൽ ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. കാരണം നമ്മൾ നോൺ വെജ് സെക്ഷനിലേക്ക് കയറി വരണം. നമ്മുടെ ഉപഭോക്താക്കൾ പറയുന്നത് തിരക്കും അതുപോലെ കയറി മേലോട്ട് വരാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് സൗകര്യം എന്തായാലും നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് വലിയ വാടക കൊടുത്തുകൊണ്ട്
ഒരു സംവിധാനം നമ്മളിവിടെ തയ്യാറാക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം 4-ാം തീയതി രാവിലെ 10:30 മുൻ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ E.P. ജയരാജൻ നിർവഹിക്കും. മുഖ്യാതിഥികളായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ പി. ഇന്ദിര, അതുപോലെ ആ വാർഡ് കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള സുരേഷ് ബാബു തുടങ്ങിയ ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും അത് ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി VK ശശിധരൻ, ഡയറക്ടർമാരായ പ്രശാന്തൻ TV, അനിൽകുമാർ CV, ഷിഗിന M തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കണ്ണൂരിലെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നടന്നു. മേലെച്ചൊവ്വയിൽ എളയാവൂർ വില്ലേജ് ഓഫീസിന് സമീപമുള്ള സ്കൈലൈൻ വിങ്സിലാണ് പുതിയ ഓഫീസ് തുറന്നത്. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ KV അബ്ദുൽ അസീസ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഹൽ അസീസ് പ്രസ് ക്ലബ്ബിൽ അറിയിച്ചു. Pleased to announce that Skyline Builders is opening its flagship branch office in Kannur at Melechova. So we are also pleased to announce that we are on track and we are hoping to finish our project Skyline Wings ahead of our schedule. So we are hoping to finish at least 3-4 months before the expected completion date. So with this project, Skyline has we have almost invested in almost 164 projects with 151 projects that are completed and 13 projects that are ongoing. So our presence in Kannur is a sign from Skyline Builders that we are very serious in the Kannur market and especially in the North Kerala Malabar market, where we are planning to launch projects in not only in Calicut, Kannur, but also in Talasheri as well. So this year, apart from the 3 projects that Skyline has been involved in, we are planning to launch 5 more projects in the Malabar region. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള 100 റിയൽ എസ്റ്റേറ്റ് ബ്രാൻഡുകളെ തിരഞ്ഞെടുത്ത ഹുറൂൺ ഇന്ത്യ റേറ്റിംഗ്സിൽ കേരളത്തിൽ നിന്ന് 1ാം സ്ഥാനം നേടിയ ബ്രാൻഡാണ് സ്കൈലൈൻ ബിൽഡേഴ്സ് എന്ന് സഹൽ അസീസ് അറിയിച്ചു. സ്കൈലൈൻ ബിൽഡേഴ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ രാജ് നന്ദൻ, ജിജോ അലപ്പാട്ട്, ജെയിംസ് അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പാഴ്പേനകളിൽ ഒരു വർണ്ണവിസ്മയം തീർത്ത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC യൂണിറ്റ്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് പേനകൾ ശേഖരിച്ച് കമനീയമായ ഒരു സൈൻ ബോർഡാണ് ഒരുക്കിയിട്ടുള്ളത്. കലാഹൃദയത്തിന് മുൻപിൽ ഒന്നും പാഴ്വസ്തുവല്ല എന്ന സന്ദേശമാണ് നിർമ്മിതി നൽകുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ JRC യൂണിറ്റ് വ്യത്യസ്തമായ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കലാഹൃദയത്തിന് മുമ്പിൽ ഒന്നും പാഴ്വസ്തുവല്ല എന്ന സന്ദേശം ജനങ്ങളിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കടമ്പൂരിലെ JRC യൂണിറ്റ്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞേക്കാവുന്ന പേനകൾ JRC കേഡറ്റുകളിൽ എത്തിക്കാനുള്ള ഉത്സാഹത്തിലാണ് കടമ്പൂർ സ്കൂളിലെ 6000-ഓളം വരുന്ന കുട്ടികൾ. ഇനി ഒരു പേന പോലും ഉപയോഗിച്ച ശേഷം വലിച്ചെറിയില്ല എന്ന നിശ്ചയദാർഢ്യം അഭിനന്ദാർഹമാണ്. സ്കൂൾ HM സുധാകരൻ മഠത്തിൽ, ഡെപ്യൂട്ടി HM ലതീഷ് മാസ്റ്റർ, UP ഇൻചാർജ് K അനിൽകുമാർ മാസ്റ്റർ, JRC സ്കൂൾ യൂണിറ്റ് കൗൺസിലർമാരായ ലൈജു മാസ്റ്റർ, പ്രമീള ടീച്ചർ, ജിംന ടീച്ചർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വീട്ടുമുറ്റത്തു നിന്നും പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പടിയൂർ നെടിയോടിയിലെ ED ശൈലജയാണ് മരിച്ചത്. ആദ്യം ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. വീട്ടുമുറ്റത്ത് നിന്നും പാമ്പ് കടിയേറ്റ് 3 ആഴ്ചയായി ചികിത്സയിലായിരുന്ന വീട്ടമ്മയാണ് മരിച്ചത്. പടിയൂർ നെടിയോടിയിലെ ED ശൈലജയാണ് മരിച്ചത്. മുറ്റത്ത് നിന്നും പാമ്പിന്റെ കടിയേറ്റ ശൈലജ തന്നെ പാമ്പിനെ തല്ലിക്കൊല്ലുകയും ചെയ്തു. അതിനുശേഷം വസ്ത്രം മാറി ആശുപത്രിയിൽ എത്തുകയായിരുന്നു. ആദ്യം ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ചൊവ്വാഴ്ച രാത്രിയോടെ മരിച്ചത്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വിദ്യാർത്ഥി ചികിത്സാ സഹായം തേടുന്നു. തലശ്ശേരി പന്നിന്നൂർ ശ്രീനിവാസിൽ ദൈവികാണ് അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. കോഴിക്കോട് MVR ഹോസ്പിറ്റലിൽ മാസങ്ങളായി തുടരുന്ന ചികിത്സയിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉള്ളത്. 1.5 കോടിയാണ് ചികിത്സയ്ക്കായി വേണ്ടത്. തലശ്ശേരി പന്ന്യന്നൂർ ശ്രീനിവാസിൽ താമസിക്കുന്ന ഷിജിത്തിന്റെയും രമ്യയുടെയും മകനും പന്ന്യന്നൂർ ഗവൺമെന്റ് LPU സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ദൈവികാണ് ചികിത്സാ സഹായം തേടുന്നത്. അഡ്രിനാൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MVR ഹോസ്പിറ്റലിൽ മാസങ്ങളായി ചികിത്സയിൽ കഴിയുകയാണ് ദൈവിക്. 1.5 കോടിയാണ് ചികിത്സയ്ക്ക് വേണ്ടത്. നിലവിൽ 80 ലക്ഷത്തോളം കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായി തൊഴിലോ വരുമാനമോ ഇല്ലാത്ത കുടുംബത്തിന് താങ്ങാനാവാത്ത സാഹചര്യത്തിൽ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നാട്ടുകാരുടെ യോഗം ചേർന്ന് ചികിത്സാ
സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പന്നന്നൂർ ഗവൺമെൻറ് LP സ്കൂളിൽ 4ാം തരത്തിൽ പഠിക്കുന്ന 9 വയസ്സ് മാത്രം പ്രായമുള്ള ദേവികിന് അഡ്രിനൽ ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചതിൻ്റെ ഭാഗമായി മാസങ്ങളായി കോഴിക്കോട് MBRൽ ചികിത്സയിൽ കഴിയുകയാണ്. ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ രോഗമാണ് ദൈവികിനെ ബാധിച്ചിരിക്കുന്നത്. ദൈവികിൻ്റെ രക്ഷിതാക്കൾക്ക് സ്ഥിരമായ ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഒരു കുടുംബമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട്ടുകാർ ഒന്നാകെ ദൈവികിൻ്റെ കുടുംബത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നുചേർന്നുകൊണ്ട് പന്നന്നൂർ രൂപീകരിച്ച ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് ശേഖരണം ആരംഭിച്ചിരിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ദൈവിക് ചികിത്സാ സഹായ കമ്മിറ്റി ചെയർമാൻ PTK പ്രേമൻ മാസ്റ്റർ, ജനറൽ കൺവീനർ ബൈജു ഭാസ്കർ, സനിൽ പറമ്പത്ത്, MK റഫീഖ്, ലിജേഷ് CK തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7180, പവന് 57,440, വെള്ളി 98 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വളക്കൈ സ്കൂൾ ബസ് അപകടം, ഡ്രൈവർക്കെതിരെ കേസ്, ബസ്സിന് തകരാറുകൾ ഇല്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ, പെർമിറ്റ് 2027 വരെ. ബ്രേക്ക് പൊട്ടിയെന്ന വാദം തെറ്റെന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ പുതിയ സംരംഭം തെക്കി ബസാറിൽ ഒരുങ്ങുന്നു. ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും. കലർപ്പില്ലാത്ത ഭക്ഷണപ്രേമികൾക്ക് ഇനി തിരക്കില്ലാത്ത ആഹാരം ആസ്വദിക്കാം. ഹോം ഡെലിവറി സൗകര്യവും ലഭ്യം. പാഴ്പേനകളിൽ വർണ്ണവിസ്മയം, JRC യൂണിറ്റിന്റെ വ്യത്യസ്ത കലാസൃഷ്ടി ശ്രദ്ധേയം. കലാഹൃദയത്തിന് മുന്നിൽ ഒന്നും പാഴ്വസ്തുവല്ലെന്ന് തെളിയിച്ച് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.